ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ, എൻ്റെ പേര് ടോണി. ഞാൻ കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്ത ദിവസം 19/3/2024. ഞാനെൻ്റെ +1 എൻ്റെ അമ്മയാണ് എനിക്കിവിടെ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. എൻ്റെ അമ്മയും അപ്പനും. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ആദ്യമേ ഒന്നും വിശ്വാസമില്ലായിരുന്നു. വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ വെറുതെ വരും, പിന്നെ തിരിച്ചു പോകും. പിന്നെ അമ്മ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലിരിക്കും. ഇരിക്കാൻ നേരം വീണ്ടും അമ്മ പ്രാർത്ഥിക്കാൻ നേരം ചുമ്മാ അമ്മയുടെ കൂടെ ഇരിക്കും, പിന്നെ ഇറങ്ങിയിട്ട് പോകും. ഞാൻ എൻ്റെ +2 പഠിച്ചുള്ള സമയത്താണ് നമ്മുടെ കൊറോണ സമയം വന്നത്. എൻ്റെ പ്രിൻസിപ്പാൾ, എൻ്റെ സാറുമാർ എന്നോട് പറഞ്ഞു, നീ ഉറപ്പായിട്ടും തോറ്റു, നീ പരീക്ഷയ്ക്ക് പാസ്സാകത്തില്ലെന്ന് 100% എന്നോട് പറഞ്ഞു. എനിക്കന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഞാൻ സ്കൂളിൽ പോയ സമയമാണ്. എൻ്റെ അമ്മയ്ക്കും എനിക്കും അത് നല്ലപോലെ അങ്ങ് വിഷമം എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിഷമമായിപ്പോയി. എനിക്കങ്ങ് മനസ്സിന് വലിയ ഒരു കല്ലെടുത്ത് വെച്ച പോലെ വേദനയായിപ്പോയി. ഞാൻ പഠിക്കുമായിരുന്നു, പക്ഷേ വലിയതായിട്ടൊന്നും പഠിക്കുന്ന ആവറേജ് സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു. ഞാൻ വലിയതായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. എന്നോട് എൻ്റെ പ്രിൻസിപ്പാളും എൻ്റെ ടീച്ചർമാരും, എനിക്ക് വേണ്ടപ്പെട്ട ടീച്ചറും കൂടെ ഞാൻ തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് ഇടിഞ്ഞു പോയി. അന്ന് വൈകിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ ഇന്ന് മുതൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് നീ ഈ ആവശ്യമില്ലാത്ത രീതിയിൽ ചുമ്മാ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക് ഇരുന്ന് നല്ല രീതിയിൽ മാതാവിനോടുള്ള വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൈലം നെറ്റി പൊഴുത്താനെല്ലാം പറഞ്ഞു തന്ന് ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ +2 70% മേളിൽ നല്ല രീതിയിൽ മാർക്കോടെ പാസ്സായി. ഞാൻ ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് ഞാൻ ഒരുപാടെടുത്ത് അഡ്മിഷൻ പോയി. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കോളേജൊന്നും എനിക്ക് കിട്ടിയില്ല. അവസാനം എനിക്ക് എൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കോളേജ് മാതാവ് വഴി എനിക്കൊരു നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഞാനവിടെ ബികോമിന് പഠിച്ചു. പക്ഷേ ബികോമിന് പഠിച്ച സമയത്ത് ഞാൻ പാസ്സായി. പക്ഷേ ഒന്നിനും സപ്ലി പോലും ഇല്ലെന്ന് എല്ലാത്തിനും പാസ്സായി. പക്ഷേ ബികോമിന് ശേഷം ഞാൻ ഒരുപാട് ജോലികൾ അന്വേഷിച്ചു. ബികോം പഠിച്ചതിന് ശേഷം ബികോം കഴിഞ്ഞിട്ട് വേറെ ഒന്നും പഠിക്കാനല്ലാതെ ഇനി ജോലിക്ക് പോകാനുള്ള വിചാരത്തിൽ ജോലിക്ക് പോകാൻ വേണ്ടി ആലോചിച്ചു. പക്ഷേ ജോലിക്ക് പോയിടത്തെല്ലാം എനിക്ക് കിട്ടുന്ന സാലറി 6000, 5000 കുറവുള്ള സാലറി പാക്കേജ് ആയിരുന്നു എല്ലായിടത്തും. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത്, ഇത്രയും പൈസ കൊടുത്ത് പഠിച്ചിട്ട് എനിക്ക് കിട്ടുന്ന സാലറി ഇത്രയേ ഉള്ളല്ലോ, ഇതിന് നല്ല വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതാണല്ലോ, ഇത്ര പഠിച്ചിട്ട് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല. എനിക്ക് ഡിഗ്രിക്ക് 58% മാർക്കുണ്ടായിരുന്നാൽ MBA എന്ന് പറഞ്ഞ കോഴ്സിന് പോകാൻ പാടായിരുന്നു. ഞാനപ്പം ഉള്ളിടത്തെല്ലാം MBA കോഴ്സ് അന്വേഷിച്ച് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു 65% നല്ല മാർക്കുണ്ടെങ്കിൽ 65% മേളിൽ മാർക്കുണ്ടെങ്കിൽ MBAക്ക് കിട്ടുകയുള്ളൂ. അപ്പം എവിടുന്ന് ഞാൻ എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തു. അവിടെ നിന്നെല്ലാം എനിക്ക് റിജക്ഷനാണ് കിട്ടിയേക്കുന്നത്. ഞാനപ്പം MCOMന് നോക്കി. MCOMന് എന്നാൽ ഞാൻ ഉദ്ദേശിച്ച കോളേജ് എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയിലും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നല്ലൊരു കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വിളി വന്നു. DC സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി വാഗമൺ പുള്ളിക്കാനത്ത് എനിക്ക് MBAക്ക് സീറ്റ് ലഭിച്ചു. പക്ഷേ ഞാൻ ചേർന്ന ആ സമയം മുതൽ അവിടുത്തെ ടീച്ചർ എന്നോട് പറഞ്ഞു, ഇതിന് വരുന്ന കമ്പനിക്കാർ അഥവാ പ്ലേസ്മെൻറ്റ് വരുന്നതെല്ലാം നോക്കുന്നത് 70% മേളിൽ മാർക്കുള്ള കമ്പനികൾ മാത്രമേ നല്ല കമ്പനികൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ MBA വെറുതെ പഠിച്ചിട്ട് വെളിയിൽ പോയി പ്ലേസ്മെൻറ്റ് നോക്കാമെന്നായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സ് വീണ്ടും ഇടഞ്ഞു. ഞാൻ അപ്പോൾ ഓർത്ത്, ദൈവമേ എന്നെ ഇവിടെ നീ പരീക്ഷിക്കുകയാണല്ലോ, എല്ലായിടത്തും ചെല്ലുന്നിടത്തെല്ലാം എനിക്ക് അവഗണനയും റിജക്ഷൻ മാത്രമേ ഉള്ളൂ. ഇത്ര അമ്മയുടെ കൂടെ ഞാൻ എൻ്റെ അമ്മ പറയുന്നിട്ട് ഞാൻ അമ്മയുടെ കൂടെ ഇത്രയും ചേർന്നിട്ട് എന്തിനാ എന്നെ ഇങ്ങനെ തള്ളി പറയുന്നത്, എന്നെ ഇതുപോലെ ഒറ്റപ്പെടുത്തുന്നതെന്ന് ഓർത്തു. അവസാനം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇതുപോലെ കിട്ടുമെന്ന്. കാരണം കഴിഞ്ഞ 2 മാസം മുന്നേ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്ലേസ്മെൻറ്റ് വന്നു. ആദ്യത്തെ തന്നെ പ്ലേസ്മെൻറ്റിൽ എനിക്ക് കിട്ടി. അത് ഞാൻ ദൈവത്തോട് വളരെയധികം നന്ദി പറയുന്നു. എൻ്റെ അമ്മ മാതാവ് കർത്താവ് എനിക്ക് എൻ്റെ കൈ വിട്ടില്ലെന്ന് ഞാൻ പറയാം. അതുപോലെ എൻ്റെ മനസ്സ് അതുപോലെ നേറിയും വിഷമിച്ചും മുറിഞ്ഞും ഞാൻ ഉറങ്ങാതെ പോലെ ഇരുന്ന ദിവസങ്ങളുണ്ട്. എൻ്റെ റൂമിലുള്ള കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ദൈവമേ എടാ എനിക്കിത് ജോലി കിട്ടാതാവുമോ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇത്രയും ലക്ഷം രൂപ മുടക്കി പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടാതായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അവർ പറഞ്ഞു, എടാ കിട്ടും, നീ പേടിക്കൊന്നും വേണ്ട, നിനക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു ഉറപ്പില്ലായിരുന്നു. കാരണം എനിക്ക് ആ പാടെ ഇത്ര ശതമാനം മാർക്കേ ഉള്ളായിരുന്നു, ജോലി കിട്ടത്തില്ലെന്നോ എൻ്റെ മനസ്സിൽ. കാരണം പാവം എൻ്റെ അപ്പനും അമ്മയും ജോലി കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ ഈ ഇത്രയും പൈസ മുടക്കി ഇവിടെ പഠിപ്പിച്ചു. പക്ഷേ ഇവിടെ നിന്ന് വരുന്ന ഒന്നും കിട്ടത്തില്ലെന്നുണ്ട്. ലാസ്റ്റ് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് നല്ലൊരു കമ്പനി പ്ലേസിലായി. ഞാൻ ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി ജോയിൻ ചെയ്യണം. ബാംഗ്ലൂരാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് 6 റൗണ്ട് ഉണ്ടായിരുന്നു. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ, HR റൗണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഈ ടെസ്റ്റിനെല്ലാം ഞാൻ കയറിയ സമയത്ത് എൻ്റെ അമ്മ അന്ന് ഞാൻ +2 പഠിച്ചുകൊണ്ട സമയത്ത് കൈ തന്ന കാശ് രൂപം ഈ തൈലം നെറ്റി പുരട്ടിയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ നമ്മുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഉപ്പ് എൻ്റെ നാവിൽ ചെറുതായിട്ട് വെക്കും. നാവിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ കൈവിടരുതേ, എനിക്ക് ഓരോ റൗണ്ടിൽ നീ എത്തിക്കണമേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണമെന്ന പ്രാർത്ഥനയോടെയാണ് മുന്നോട്ട് പോയത്. ഈശോയ്ക്കും അമ്മയ്ക്കും വളരെയധികം നന്ദി.
പ്രത്യേകിച്ച് എനിക്ക് നല്ലൊരു സ്നേഹമുള്ളൊരു അപ്പനെയും അമ്മയും നല്ലൊരു അനിയനെ കിട്ടിയതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും അനിയനുമാണ്. അവരിവിടെ ഇരിപ്പുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം ഈശോയുടെ മുൻപിൽ നന്ദി പറയുന്നു. അവർക്ക് നല്ല ആയുസ്സും ആരോഗ്യം കൊടുത്ത് അവരെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഇവിടുന്ന് ലഭിക്കുന്ന ഉടമ്പടി പത്രം എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു. ഞാൻ കുരിശടിയിലും അല്ലവ പള്ളികളുടെ വെളിയിൽ നേർച്ചപ്പെട്ടിയുടെ മേളിലായിട്ടൊക്കെ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം എൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പൊടിക്കുന്ന സമയത്ത് ഞാൻ ഈ പത്രങ്ങൾ ഞങ്ങളുടെ അയലോക്കത്തുള്ള, ആദ്യമേ എനിക്ക് മടിയായിരുന്നു അയലോക്കത്തുള്ള വീടുകളിൽ കൊണ്ട് നേരിട്ട് പത്രം കൊടുക്കുന്നത്. നമ്മൾ അവരെന്ത് വിചാരിക്കും, അവരെ കളിയാക്കുക എന്നുള്ള വിചാരത്തിലായിരുന്നു. പക്ഷേ അതിനുശേഷം എൻ്റെ അമ്മയുടെ വാക്ക്, അതുമല്ല അമ്മയുടെ വാക്ക് പോലും മാത്രമല്ല, എൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ട്, ദൈവമേ നീ എന്ന അവസരങ്ങൾക്ക് ഞാൻ തിരിച്ച് നിന്നോട് എന്തെങ്കിലും കടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വെറും നന്ദി കേട്ടവനായിപ്പോവും. ഞാനപ്പം ഓരോ വീടുകളിലും ചെന്ന് ഓരോരുത്തരും എല്ലാ വീടുകളിലും ചെന്ന് പത്രങ്ങൾ നേരിട്ട് കൊണ്ടെടുപ്പി മേടിക്കാൻ മടിയുള്ളവർക്ക് കൊടുക്കാതിരിക്കും. അതെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് ചില ആൾക്കാർ പറയും, അയ്യോ ഇത് ഞങ്ങളിവിടെ എടുക്കത്തില്ല, എനിക്കിത് വേണ്ട. ചില ആൾക്കാർ വീട് തുറന്ന് കയറി വരുമ്പോൾ തന്നെ മടി കാണിക്കുന്നവരുണ്ട്, അയ്യോ ഗേറ്റ് തുറക്കല്ലേ, ചില പേടിച്ചിട്ടായിരിക്കും ഇപ്പോഴത്തെ കാലമായത്. പിന്നെ ചില ആൾക്കാർ പറയും, അയ്യോ എനിക്ക് പത്രം വേണ്ട, ഇത് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഇരിപ്പില്ല. അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കത്തില്ല. ആവശ്യം വേണ്ടവർക്കും ആവശ്യക്കാർക്കും വേണ്ടി മാത്രം ഞാൻ കൊടുക്കും. ഓരോ വീടുകളിലും കയറി ചെന്ന് ഞാൻ കൊടുക്കും ഓരോരുത്തർക്കായി. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. ടോണി എന്ന മകൻ വളരെ സങ്കടത്തോടെയാണ് തൻ്റെ +2 പാസ്സാകുമോ എന്നുള്ള വലിയ ആശങ്കയിൽ തൻ്റെ അമ്മയുടെ കൈപിടിച്ച് സ്കൂളിൽ നിന്നിറങ്ങിയത്. തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ തന്നെ പറഞ്ഞു, ഈ മകൻ തോറ്റുപോവുകയുള്ളൂ എന്ന്. അങ്ങനെ മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തലും അവരുടെ കുത്തുവാക്കുകളും ഒക്കെ കേട്ട് ജീവിതത്തിൽ ഒരിക്കലും ഇനി പൊങ്ങി വരില്ല എന്നുള്ള ഒരവസ്ഥയിൽ ഒരു കാശുരൂപം കൊണ്ടാണ് ബാക്കിയുള്ള മുന്നോട്ടുള്ള നീക്കം ഈ ടോണി ഇവിടെ ഏറ്റുപറയുന്നത്. ടോണിക്ക് ലഭിക്കാനിരുന്ന വലിയ ജീവിതത്തിൻ്റെ വലിയ ഉയരങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സാധ്യതകളും ആ ഒരു പരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തിൽ പിടിച്ചു കയറിയതാണ്. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഈ മകനുണ്ടായ വലിയ വ്യത്യാസങ്ങൾ, BCom പഠിച്ച് അത് പാസ്സായി. BComലൂടെ അതിൽ ലഭിച്ച വലിയ ചെറിയ സാലറിയിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഉടമ്പടിയിലൂടെ മകന് തുറന്നു കൊടുത്ത ഒരു വലിയ സാധ്യതയാണ് MBA പഠിക്കാമെന്നുള്ള ആ ഒരു വലിയ പ്രോജക്റ്റ്. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴും മകനുണ്ടായ ഒരു വലിയ സങ്കടത്തിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വന്നു. തൻ്റെ അയോഗ്യതകളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ്, സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇന്ന് ഈ മകനെ ഏപ്രിൽ 1-ാം തീയതി ജോയിൻ ചെയ്യാനായി ബാംഗ്ലൂർ ഒരു നല്ല ജോലി നൽകി കുടുംബത്തെ താങ്ങി നിർത്താൻ സാധിക്കുന്ന വലിയ ഒരു തുറവി നൽകി മകനെ സഹായിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഒന്ന് മാത്രമാണ് ഇന്ന് ഈ മകൻ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഇവിടെ നിൽക്കുന്നത്. ഇതിന് മകന് ലഭിച്ച ഒരു ഈശോയ്ക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന ഒരു വലിയ ആസ്തിയുണ്ട്. തുടക്കത്തിൽ ഉടമ്പടി എടുത്തപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന കൃപാസന പത്രങ്ങൾ കൊടുക്കാനായി ഉണ്ടായിരുന്ന മകൻ്റെ മടി, ഈശോ എനിക്ക് വേണ്ടി നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞാൻ പ്രതിനന്ദിയായി ചെയ്യുമ്പോൾ കുരിശടിയുടെ താഴെയോ അല്ലെങ്കിൽ പള്ളിയുടെ മൂലയിലോ കൊണ്ടുവയ്ക്കേണ്ട പത്രമല്ല താൻ വിതരണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അത് ആത്മാർത്ഥമായിട്ടുള്ള ഈശോ കൈമാറ്റം നടന്നപ്പോഴാണ് ജീവിതത്തിൻ്റെ തുറവികൾ വളരെ വിസ്തൃതമായി തുറന്നു കിട്ടിയതെന്ന് മകന് തന്നെ മനസ്സിലായി. ഓരോ മക്കളും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് ഉടമ്പടി ഉടൻ പരിഹാരമാകുന്നത് ഈശോ കൈമാറ്റം നടത്തുമ്പോൾ മാത്രമാണ്. ഈശോയാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നേടിത്തരുന്നതെന്ന് ഉറച്ച് വിശ്വസിക്കുമ്പോൾ നമുക്ക് യാതൊരു വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്ന പോലുള്ള ഒരു അനുഭവമാണത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, ഞാനും ഈശോയുമായുള്ള ബന്ധം എനിക്കൊന്നും തന്നെ പ്രതിബന്ധമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നത്. ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നവർ, ഈശോയെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നും എപ്പോഴും മുന്നിൽ തന്നെയായിരിക്കും. ആ ജീവിതം, ഉടമ്പടി ജീവിതം എപ്പോഴും വളരെ വ്യക്തമായും വളരെ ശക്തമായും അവർ ജീവിച്ചു കൊണ്ടിരിക്കും. അതിനുള്ള എല്ലാ തീരുമാനങ്ങളും അവർക്ക് ഈശോയിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ടോണി എന്ന മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.